ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എവിടേക്കാണ് യാത്ര എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നിലുമോളുടെ ചോറൂണാണ് കേട്ടോ. ഗുരുവായൂരാണ്. ഞാനും ഏട്ടനും നേരത്തെ അവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ. ഞാനും ഏട്ടനും അച്ഛനും അമ്മയും ഉദടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അവരവിടുന്ന് ട്രാവലറിലാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മളവിടുന്ന് പിക്ക് ചെയ്യാണ് ചെയ്യാൻ കേട്ടോ. അങ്ങനെതാ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ വന്നത്. അങ്ങനെതാ അവർ വന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ എല്ലാവരും അവിടെ പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് വ്ളോഗ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് വ്ളോഗ് ഒഴിവാക്കിയിട്ടൊരു ഒരു ട്രാവലിംഗ് ഇല്ലല്ലോ. അങ്ങനെതാ നമ്മൾ വണ്ടിയിലൊക്കെ കയറി. എൻ്റെ വോയിസിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആമിമോളുടെ വോയിസും കൂടി കേൾക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ. അങ്ങനത്തെ വണ്ടിയിൽ കയറി ആമിമോളും നീലും പിന്നെ അമ്മമ്മയുടെ അസിസ്റ്റൻ്റ് അടുത്ത് സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പകുതി മുക്കാൽ വീഡിയോ എടുത്ത് തന്നത് ശരത്തേട്ടനാണ്. മിത്തൂട്ടം പിന്നെ വണ്ടിയിൽ കയറിയതും കുഞ്ഞുമേമ്മ അടുത്ത് അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ എത്താറാകുമ്പോഴാണ് കേട്ടോ ആമിക്കും നീലുവിനൊക്കെ കണ്ണെഴുതാൻ തീരുമാനിച്ചത്. നീലുവിനെ എന്നിട്ട് എഴുതാൻ പറ്റിയില്ല. ആമിക്ക് ഞാൻ വല്ലപ്രകാരം എങ്ങനെയൊക്കെ എഴുതി കൊടുത്തു കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു. വണ്ടികളൊന്നും എവിടെ ഇടാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ധാരാളം കല്യാണങ്ങളും മറ്റേ നമ്മുടെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്ന കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം നമ്മളതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് വേഗം ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അതാ നമ്മളങ്ങനെ നടന്നു പോവാണ്. നീലു പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കേണ്ട. അവളെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ആരെടുത്തായാലും അവൾ അങ്ങോട്ട് പെട്ടെന്ന് സിങ്ക് ആയിക്കോളും. അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ആമി കുറച്ചൊന്ന് ബുദ്ധിമുട്ടി വരാൻ. ഉണ്ണി അവിടുന്ന് വരികയാണ് ചെയ്തത്. അങ്കമാലിയിൽ നിന്ന് നേരെ ഗുരുവായൂർക്ക് വരികയാണ് ചെയ്തത്. അവളവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഏട്ടനും വരുന്നുണ്ട്, മനുവേട്ടൻ വരുന്നുണ്ട്. ഏട്ടൻ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ അടുത്ത് മിത്തൂട്ടിന് ആമയൊക്കെ ഇട്ടിരിക്കുന്നത് കുഞ്ഞടിച്ച ഡ്രസ്സാണ് കേട്ടോ. അവർക്ക് 3 പേർക്കും ഒരേപോലത്തെ ഡ്രസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടുള്ള സുന്ദരി കുട്ടികൾ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും രണ്ടുപേർക്കും പാലൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് പോയത്. നമ്മൾ ക്ലോക്ക് റൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ മനുവേട്ടനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പിന്നെ ചോറൂണിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ നല്ല ക്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാച്ച് ഫോണൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. അങ്ങനെ ആ ചോറൂണെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അത്. നിലുമോൾക്ക് തുലാഭാരമൊക്കെ ഉള്ള കാരണം നമ്മൾ കുറച്ചൊന്ന് വൈകിയിട്ടുണ്ട് കേട്ടോ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുജിയേട്ടനും മനുവേട്ടനും പോയിട്ട് ബാക്കി ഫോണുകളും വാച്ചുകളൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ മനുവേട്ടൻ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഏട്ടൻ ഇവിടുന്ന് പോയിട്ട് വേണം ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. അത് കാരണം ഏട്ടൻ വേഗം ഇവിടുന്ന് സ്കൂട്ടായി കേട്ടോ. നീല് പായസം കുടിച്ചിട്ട് അങ്ങോട്ട് ഇഷ്ടമായി തോന്നുന്നു. മൂപ്പരിങ്ങനെ നനഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആമി പിന്നെ അപ്പം ഉറങ്ങിയതാണ്, നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ അതാ മിത്തോട്ടിന് ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുത്ത് അവനത് കഴിക്കാൻ കൊടുത്തോട്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അവനത് കഴിച്ചു. നമ്മളങ്ങനെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങാനാട്ടോ പ്ലാൻ. നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളുടെ ഇടയിൽ പെടുന്നുണ്ട്. അപ്പോൾ ആൾക്കാരില്ലാത്ത ഫോട്ടോ എന്തായാലും ഇന്ന് കിട്ടാൻ പോണില്ല. ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. എന്നാലും നമ്മളവിടുന്ന് ഫോട്ടോ എടുക്കാണ്ട് വരും തോന്നുന്നുണ്ടോ. അങ്ങനെ ഇതാ കുറേ നേരം നിന്ന് ഇടയിലിടയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മളവിടുന്ന് പോന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടും കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ഈ കാണുന്ന തിരക്ക് വണ്ടിയിൽ നല്ല തിരക്കായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ബ്ലോക്കിൽ വിട്ട് കിടക്കായിരുന്നു കേട്ടോ. ട്രാവലർ ആയതുകൊണ്ട് തന്നെ അതിങ്ങോട്ട് എത്തിക്കിട്ടാൻ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇതാ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതാ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വണ്ടിയിൽ കയറിയിട്ടും അതന്നെ അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. ഒപ്പം നല്ല ചൂടും നല്ല ബ്ലോക്ക് ആയത് കാരണം വണ്ടി മെല്ലെ മെല്ലെ കേട്ടോ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ കുറച്ച് നേരം ഇടയിലിടയിൽ നിർത്തിയിടുന്നുണ്ടായിരുന്നു കേട്ടോ. മിത്തുത ഗുരുവായൂർക്ക് പോയതാണ്, മാമുണ്ണാൻ പോയതാണെന്നൊക്കെയാണ് കേട്ടോ അവിടെ പറയണത്. ഒപ്പം അങ്ങനെ അതാ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അത് ആമി ഇത് അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ എനിക്കത് അമ്മയുടെ കയ്യിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മിത്തോട്ടം പിന്നെ അച്ഛൻ്റെ ഒക്കത്ത് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ കുറച്ച് നേരമല്ല കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടോ ഫുഡ് നമുക്ക് കിട്ടിയത്. കുറച്ച് പേര് ബിരിയാണിയും കുറച്ച് പേര് ഫുഡ് ചോറും കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഉണ്ണി വഴിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അവൾക്ക് തിരിച്ച് അങ്കമാലിക്ക് തന്നെ പോകണം, ഡ്യൂട്ടി ഉള്ള കാരണം. അപ്പോൾ അവൾ കുന്നംകുളത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൾക്ക് നീട്ടൊരു ടാറ്റയൊക്കെ മിത്തൂട്ടം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോന്നു. വണ്ടിയിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആമി മാത്രം ഉറങ്ങിയില്ല കേട്ടോ. ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചേലക്കരയിൽ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അവരങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോറുകൊണ്ട് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.